നമസ്കാരം. പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയാണ് മമ്മൂട്ടിയിലെ നടൻ. ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങുമെന്ന് മമ്മൂട്ടി തന്നെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ അഭിമുഖത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്. മലയാളത്തിലെ മെഗാസ്റ്റാറിൽ നിന്നും ഇനിയും ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ ഇന്ത്യൻ സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ശരിവെക്കുന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും. മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയത് ഭ്രമയുഗം എന്ന സിനിമയിൽ കൊടുമൺ പോറ്റിയായുള്ള പകർന്നാട്ടത്തിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാം തന്നെ മമ്മൂട്ടിക്ക് പുരസ്കാരം പ്രതീക്ഷിച്ചിരുന്നു. മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിക്കുന്നത് 7ാം തവണയാണ്. മികച്ച നടനുള്ള പുരസ്കാരത്തിന് അവസാന റൗണ്ടിൽ മമ്മൂട്ടിയോടൊപ്പം ആസിഫ് അലിയും ടൊവിനോ തോമസും ഉണ്ടായിരുന്നു. കിഷ്കിന്ധാ കാണ്ഡം, ലെവൽ ക്രോസ് എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനങ്ങളെ മുൻനിർത്തിയാണ് ആസിഫ് അലിയെ പരിഗണിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം തെരഞ്ഞെടുത്ത 38 ചിത്രങ്ങളാണ് പുരസ്കാരങ്ങൾക്കായി ജൂറിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. ഭൂതകാലം എന്ന ശ്രദ്ധേയമായ ഹൊറർ സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭ്രമയുഗം. 2024 പുറത്തിറങ്ങിയ ഹൊറർ ത്രില്ലർ ചിത്രമായ ഭ്രമയുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ദുരൂഹതകളുള്ള കഥാപാത്രമാണ് കൊടുമൺ പോറ്റി. 17ാം നൂറ്റാണ്ടിലെ ദക്ഷിണ മലബാറിലാണ് ഭ്രമയുഗം നടക്കുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട തേവൻ എന്ന പാട്ടുകാരൻ സാമൂഹികമായ അടിച്ചമർത്തലുകളിൽ നിന്നും രക്ഷപ്പെട്ട് കൊടുമൺ പോറ്റി എന്ന ബ്രാഹ്മണന്റെ മനയിൽ അഭയം തേടുന്നു. പോറ്റി തുടക്കത്തിൽ തേവനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ആ മനയിൽ ഒരു ദുരൂഹമായ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതായി അയാൾ ക്രമേണ മനസ്സിലാകുന്നു. പ്രത്യേകിച്ചും ആ കുടുംബത്തെ വേട്ടയാടുന്ന ചാത്തൻ എന്നു പേരുള്ള നാടോടി കഥകളിൽ ശക്തിയുടെ സാന്നിധ്യം അയാൾ തിരിച്ചറിയുന്നു. മനയുടെ ചരിത്രവും അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടവും അയാൾ ക്രമേണ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ജാതി വ്യവസ്ഥ, അധികാരം, ചൂഷണം എന്നീ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതോടൊപ്പം ചാത്തൻ എന്ന ദുഷ്ടശക്തിയുമായുള്ള തേവിന്റെയും പോറ്റിയുടെ പാചകക്കാരനായി മനയിൽ കഴിയുന്ന നിഗൂഢതയുള്ള മറ്റൊരു കഥാപാത്രത്തിന്റെയും പോരാട്ടത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. നായകനോ പ്രതിനായകനോ എന്നതിലുപരി തികച്ചും നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് പോറ്റി. ഈ പ്രകടനം പ്രേക്ഷകരിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലത്തിലാണ് ചിത്രം എത്തിയത്. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിലൊന്നാണ് ഭ്രമയുഗം. ചിത്രം സോണി ലൈവിലും ലഭ്യമാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ചിത്രം ഏതാണെന്ന ചോദ്യത്തിന് ഒന്നാലോചിക്കാതെ ഉത്തരം പറയുക പ്രയാസമാണ്. വയനാട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്. ഇവർ ആദ്യമായി നിർമ്മിച്ച മലയാള ചിത്രമായിരുന്നു ഭ്രമയുഗം. 1981 മികച്ച 2ാമത്തെ നടനുള്ള അവാർഡ് അഹിംസ എന്ന ചിത്രത്തിലൂടെ നേടിയ മമ്മൂട്ടി 3 വർഷങ്ങൾക്ക് ശേഷം 1984 മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കി. IV ശശിയുടെ അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലെ കരുണൻ എന്ന മുരടനായ കഥാപാത്രമാണ് അവാർഡ് നേടിക്കൊടുത്തത്. MT ആയിരുന്നു തിരക്കഥ. തൊട്ടടുത്ത വർഷം 1985 തന്നെ അടുത്ത പുരസ്കാരവും നേടി. ബാലു മഹേന്ദ്രയുടെ യാത്രയിലെയും ജോഷിയുടെ നിറക്കൂട്ടിലെയും പ്രകടനത്തിന് പ്രത്യേക ജൂറി പരാമർശവും മമ്മൂട്ടിക്ക് ലഭിച്ചു. ഭ്രമയുഗം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടി 2025 കരസ്ഥമാക്കുമ്പോൾ 55 ചലച്ചിത്ര അവാർഡുകളിൽ 7 എണ്ണവും മികച്ച നടനുള്ളത് മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു.